വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. പെൺകൊതുകിന് മുട്ടയിടാൻ മനുഷ്യരക്തം അനിവാര്യം. പക്ഷേ ഇവയെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കൊതുക് സ്ഥിരമായി കടിക്കുന്നവരാണോ? എന്നാൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് സ്ഥിരമായി ചിലരെ എപ്പോഴും കൊതുക് കടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണേ. ശരീരഗന്ധം, കാർബൺ ഡൈ ഓക്സൈഡ്, ചൂട്, രക്തഗ്രൂപ്പ് ഇവയെല്ലാം കൊതുകിനെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് കൊതുകുകൾ ആകർഷിക്കപ്പെടുന്നു എന്നതാണ് സത്യം. 50 മീറ്റർ ദൂരത്ത് നിന്നും വരെ കൊതുകിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആകർഷിക്കുന്നു. രോഗാവസ്ഥയിലുള്ള കൊതുകുകൾ നിങ്ങൾക്ക് സിക്ക, വെസ്റ്റ് നൈൽ, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പരത്താൻ കഴിവുള്ളവയാണ്. പലപ്പോഴും ഡെങ്കി കേസുകളിൽ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണവും കൊതുകിന്റെ അമിതമായ ബ്രീഡിംഗ് തന്നെയാണ്. ഇവയാകട്ടെ കടിക്കുക മാത്രമല്ല, അവ വേദനാജനകമായ ചൊറിച്ചിൽ അല്ലെങ്കിൽ കുമിളകൾ അല്ലെങ്കിൽ മറ്റു പാർശ്വഫലങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. കൊതുകിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം? കൊതുകിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എപ്പോഴും അതിനായുള്ള ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. കാരണം ഇരുണ്ട നിറങ്ങളിലേക്കാണ് കൊതുകുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. നാരങ്ങ എണ്ണ, യൂക്കാലിപ്റ്റസ് എണ്ണ തുടങ്ങിയവ വഴിയും കൊതുകിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, കൊതുക് ഏറ്റവും കൂടുതൽ ഏത് സമയത്താണ് കാണപ്പെടുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കിയാൽ അതുവഴി നിങ്ങൾക്ക് കൊതുക് കടിയിൽ നിന്നും രക്ഷ നേടാം. മറ്റു ചില വഴികൾ: വീടിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കിയാൽ തന്നെ കൊതുക് വരുന്നത് ഇല്ലാതാക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പൂച്ചട്ടികൾ, ചിരട്ടകൾ എന്നിവയെ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. കൂടാതെ കൊതുക് വല ഉപയോഗിക്കുന്നത് കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. എന്തുകൊണ്ടാണ് കൊതുകുകൾ കടിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കൊതുകുകൾ കടിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. പലപ്പോഴും പെൺകൊതുകുകളാണ് മനുഷ്യരെ കടിക്കുന്നത്. കാരണം അവൾക്ക് മുട്ടയിടുന്നതിന് മനുഷ്യരക്തം ആവശ്യമാണ്. പെൺകൊതുകുകൾ കടിക്കുന്നത് പലപ്പോഴും ശരീരത്തിൽ ചൊറിച്ചിലും വീക്കവും വർദ്ധിപ്പിക്കുന്നു. ഇത് തന്നെയാണ് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതും. ഡെങ്കി സാധ്യത: കൊതുകിനെ ആകർഷിക്കുന്ന ഘടകങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അത് രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുകയും ഡെങ്കി, മലേറിയ പോലുള്ള രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് നിങ്ങൾ പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതിനുശേഷം മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. ഈ ഇത്തിരി പോന്ന കുഞ്ഞൻ ആള് വില്ലനാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.